PSC സ്റ്റഡിയിലേക്ക് സ്വാഗതം. അങ്ങനെ നിങ്ങൾക്ക് പല ഡൗട്ടുകളുണ്ട് അല്ലേ? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും പിന്നെ സൈനും ഇതെല്ലാം ഇപ്പോൾ പലർക്കും പല ഡൗട്ടാണ്. ഇപ്പോൾ ഇന്നത്തോടെ ലാസ്റ്റ് ഡേറ്റാണ് പാലക്കാട്. കാസർഗോഡിൻ്റെ ആണെങ്കിൽ 10-ാം തീയതി വരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാവേ. ആദ്യം നമുക്ക് പെർമനൻ്റ് അഡ്രസ്സ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് കമ്മ്യൂണിറ്റി അഡ്രസ്സ് പറഞ്ഞിട്ട് കാണിക്കുന്നത്. നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് താഴെ കണ്ടില്ലേ, അതിൻ്റെ മേലെ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെയായിരിക്കും പെർമനൻ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പറഞ്ഞ് കാണിക്കുന്നത്. പെർമനൻ്റ് അഡ്രസ്സ് പറയുമ്പോൾ ഇപ്പോൾ ഒരു PSCക്ക് അപ്ലൈ ചെയ്തൊരു ഉദ്യോഗാർത്ഥി ഇപ്പോൾ സ്ഥിരമായിട്ട് എവിടെ, അഥവാ കല്യാണം കഴിയുന്നതിന് മുന്നേ എവിടെയാണോ ഇരിക്കുന്നത് അവിടുത്തെ അഡ്രസ്സായിരിക്കും അവർ പെർമനൻ്റ് അഡ്രസ്സായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവർ കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എനിക്ക് എൻ്റെ വീട് 2 പേര് അടുത്തടുത്തായത് കൊണ്ട് എനിക്ക് ഡൗട്ടില്ല, പക്ഷെ നിങ്ങൾക്കായിരിക്കും ഡൗട്ട്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൻ്റെ അവിടെ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ആധാർ ഉണ്ടല്ലോ, ഹസ്ബൻഡിൻ്റെ അവിടുത്തെ ആധാർ അതിൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, നിങ്ങൾക്ക് ക്ലിയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങളുടെ ഇപ്പോഴുള്ള അഡ്രസ്സ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് മാറ്റിയത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. കയ്യിൽ നിങ്ങളുടെ ആധാർ കയ്യിൽ വെച്ചാൽ മതി. പിന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ആധാറും കൂടി ഒന്ന് അപ്ലോഡ് ചെയ്യണേ. പിന്നെ കുറച്ച് പേർക്ക് സൈനിൻ്റെ പ്രോബ്ലം ഉണ്ട്. അഥവാ ഞാൻ ഈ എക്സാം സമയത്ത് യൂസ് ചെയ്ത സൈനല്ല ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വേറെ സൈനാണ് യൂസ് ചെയ്യുന്നത്. ഞാനപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാൻ ഇപ്പോഴത്തെ സൈൻ ഇട്ടാൽ മതിയോ എന്നൊരു ഡൗട്ട് ചോദിക്കുന്നത്. യാതൊരു വശവാലും ഇപ്പോഴത്തെ സൈൻ യൂസ് ചെയ്യരുത്. നമ്മുടെ സൈറ്റിൽ ഏതാണോ യൂസ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് യൂസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ സൈൻ എവിടെയായിരിക്കുന്നത്. ഇങ്ങനെ നമ്മളുടെ പ്രൊഫൈലിൽ ലാസ്റ്റ് കണ്ടില്ലേ, സൈൻ പറഞ്ഞിട്ട് സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തത് കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ സൈന് വരും. എൻ്റെ സൈന് ഒന്നിനും കൊള്ളൂല, നിങ്ങളുടെ സൈന് വരും. അപ്പോൾ നിങ്ങൾ ഏതാണോ സൈറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത് ആ സൈൻ തന്നെ യൂസ് ചെയ്യണം. തൽക്കാലം നമ്മളിപ്പോൾ ഏത് എക്സാമിന് ഇപ്പോൾ LGSനാണെങ്കിലോ LDCക്കാണെങ്കിലോ ഇപ്പോൾ തൽക്കാലം മാറ്റാൻ നിൽക്കണ്ട. ഇതിന് ശേഷം മാറ്റിയാൽ മതി. അഥവാ നമ്മളുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നമ്മൾ സൈൻ മാറ്റിയാൽ മതി. തൽക്കാലം സൈൻ മാറ്റാൻ നിൽക്കണ്ട കേട്ടോ. പിന്നെ പലർക്കും ഒരു ഡൗട്ടാണ്, ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൻ്റെ താഴെ ഇല്ലേ, കണ്ടില്ലേ, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൻ്റെ താഴെ ഇഷ്യൂഡ് ബൈ പറഞ്ഞിട്ട് നമ്മുടെ ഏത് വില്ലേജ് ഓഫീസറാണോ ആ വില്ലേജ് ഓഫീസർ, അതുപോലെ നമ്പർ നമ്മുടെ അതിന് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൽ തന്നിരിക്കുന്ന നമ്പർ, പിന്നെ ഡേറ്റ് നമ്മൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്നാണോ നമ്മുടെ കയ്യിൽ കിട്ടിയത് അന്നത്തെ ഡേറ്റ് എഴുതണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അഡീഷണൽ ഡിക്ലറേഷനിലും നമ്പർ പറയുമ്പോൾ അവിടെ നിൽ കൊടുത്താൽ മതി, NIL കൊടുത്താൽ മതി. അതുപോലെ ഡേറ്റ് ചോദിക്കുമ്പോൾ നമ്മൾ എന്നാണോ അപ്ലോഡ് ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ്, ഇപ്പോൾ ഇന്നാണ് നമ്മൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇന്നത്തെ ഡേറ്റാണ് എഴുതേണ്ടത്. അതുപോലെ ഇഷ്യൂഡ് ബൈ സെൽഫ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇതും പലർക്കും ഡൗട്ടാണ്, ഇഷ്യൂഡ് ബൈ എന്താണ് എഴുതേണ്ടതെന്ന്, അത് സെൽഫ് എന്ന് എഴുതിയാൽ മതി. പിന്നെ മസ്റ്റായിട്ടും സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കണം കേട്ടോ. കൊടുത്തിട്ടില്ലെങ്കിൽ റിജക്റ്റ് ആകും. പിന്നെ റിജക്റ്റ് ആകുമ്പോൾ റിജക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് തന്നെ മെസ്സേജ് വരും, റിജക്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ മെസ്സേജ് വരും. വീണ്ടും അപ്ലോഡ് ചെയ്യാൻ ഒരിക്കലും കൂടി മെസ്സേജ് വരും. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണേ പ്രൊഫൈലിൽ കയറിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്